നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് മാണി UDF-ലേക്ക് ധാർമ്മികമല്ലാത്ത നീക്കമോ രാഷ്ട്രീയ ആവശ്യമോ? ഇത് മൂല്യരാഷ്ട്രീയത്തിന്റെ മടങ്ങിവരവല്ല, മറിച്ച് അധികാര ഗണിതത്തിന്റെ പുനർകണക്കെടുപ്പ് മാത്രമാണ്. എന്തുകൊണ്ട് ധാർമ്മികമല്ലാത്ത നീക്കം എന്ന ആക്ഷേപം? LDF-ൽ അധികാരവും മന്ത്രിസ്ഥാനവും സ്വീകരിച്ച ശേഷം ജനവിധി മറികടന്ന് വീണ്ടും UDF-ലേക്ക് പോകുന്നത് ജനങ്ങളെ വഞ്ചിച്ച രാഷ്ട്രീയ കറക്കം എന്ന വിമർശനത്തിന് വഴിയൊരുക്കുന്നു. മുൻപ് UDF-നെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അവയെല്ലാം ഇല്ലാതാകുന്നുണ്ടോ? സീറ്റും സ്ഥാനവും മാത്രം മാനദണ്ഡമാകുമ്പോൾ രാഷ്ട്രീയ ധാർമ്മികത ഒരു ഉപകരണം മാത്രമായി മാറുന്നു. ഇന്നലെ വരെ LDF-ൽ തൃപ്തരെന്ന് പറഞ്ഞിട്ട് UDF-ലേക്ക് ചേക്കേറാൻ ജോസ് കെ മാണി എന്ത് കാരണം പറയും? രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു. മന്ത്രിസ്ഥാനം തന്ന LDF-നോട് വിശ്വാസവഞ്ചന കാട്ടാൻ റോഷി അഗസ്റ്റിൻ ഇല്ല. 5-ൽ 3 MLA-മാർ പിന്തുണയ്ക്കുമ്പോൾ ജോസ് കെ മാണിയെ LDF-ൽ ഉറപ്പിച്ചു നിർത്താനും നീക്കം സജീവം. UDF-ന് ഇത് നേട്ടമോ ബാധ്യതയോ? നേട്ടം, മധ്യ കേരളത്തിൽ സീറ്റ് ഗണിതം മെച്ചപ്പെടും. ചില ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചെത്താൻ സാധ്യത. ബാധ്യത, അധികാരത്തിനായി ഏതു വാതിലും തുറക്കുന്ന മുന്നണി എന്ന ഇമേജ് കോൺഗ്രസിനുള്ളിലെ സീറ്റ് നേതൃത്വ തർക്കങ്ങൾ കടുപ്പിക്കും. കേരള കോൺഗ്രസ് മാണി UDF-ലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഫലം. അത് ധാർമ്മികതയുടെ തിരിച്ചുവരവല്ല, രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള ഒരടിയന്തര രക്ഷാപ്രവർത്തനമാണ്. ഇത് UDF വിജയം ഉറപ്പാക്കുമോ, അല്ലെങ്കിൽ അവസരവാദ രാഷ്ട്രീയത്തിന്റെ വില നൽകേണ്ടി വരുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജോസ് കെ മാണി UDF-ലേക്ക് പോകുവാനുള്ള തീരുമാനത്തിലാണ്. വെള്ളിയാഴ്ച കോട്ടയത്ത് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അതിനിർണായകമായി മാറുകയാണ്. അതേസമയം മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ തീരുമാനത്തിന് എതിരാണ്. LDF-ൽ ഉറച്ചു നിൽക്കുമെന്നാണ് റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം. ഇന്ന് റോഷി അഗസ്റ്റിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആദ്യം, ഇന്നത്തെ ഉപവാസം വരുത്തി ഞങ്ങൾ 5 പേര് ഇരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? പിന്നെ എന്താ ഈ വാർത്തകൾ? അല്ല, ജോസ് കെ മാണിയുടെ പേരിലല്ലേ ഇപ്പൊ ജാഥ നടത്തുന്നത്? ആര് പറഞ്ഞില്ലെന്ന്? അല്ല, അത് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് ആര് പറയണം? ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമല്ലേ. കേരള കോൺഗ്രസിന്റെ മാത്രമല്ല, LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്? അവിടെയാണല്ലോ പ്രശ്നം. ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? അതൊക്കെ വ്യക്തമാക്കിയില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാർട്ടി ചെയർമാന്റെ കുറിപ്പിൽ ഇന്നിപ്പോൾ ഈ അവസ്ഥ പ്രസന്റ് ടെൻസിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെക്കുറിച്ചൊരു ആശങ്ക എന്റെ മുമ്പിലില്ല. ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി ബന്ധപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല കേട്ടോ, സോണിയാഗാന്ധി പറഞ്ഞില്ല. എന്നാല് എന്ത് വന്നാലും ഇല്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ അത് ആര് പറഞ്ഞിരിക്കുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, പറയണ്ടേ ആരെങ്കിലും ഞങ്ങളുടെ നിലപാട് അങ്ങനെ പോകാന്ന് പറയണ്ടേ? അങ്ങനെ വരുന്ന സന്ദർഭത്തിലേ അതിന് പ്രസക്തിയുള്ളൂ. എന്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി തുടരുന്നു, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പറ്റുമോ? എല്ലാ MLA-മാർക്കും അവരുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട്. എന്നെ അങ്ങനെ ആരും സമീപിക്കത്തില്ലെന്ന് ഒരു ജോസ് കെ മാണിയെ, ഒരു നിലപാടുള്ളവനെ അങ്ങനെ വെറുതെ കയറി സമീപിക്കാൻ പറ്റുമോ? ഇതെന്താ പറയുന്നത്? ഒരു നിലപാട്, ഞങ്ങളെല്ലാം സൗഹൃദമുള്ളവരാ, ആരോടും വിദ്വേഷമില്ല, അടുത്ത സൗഹൃദമുള്ളവരാ. അത് വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എന്നും തുടരും. മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് ശരിയാണ്. അദ്ദേഹം എന്തായാലും LDF വിടാൻ ഇപ്പോൾ ഒരുക്കമല്ല. അതേസമയം ഒരു ചർച്ചയും ജോസ് കെ മാണിയുമായി ആരും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് തെറ്റാണ്. ജോസ് കെ മാണി UDF-ലേക്ക് പോകുവാനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ തീരുമാനം ജോസ് കെ മാണി അറിയിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ അതേസമയം മുന്നണിയിൽ ജോസ് കെ മാണിയെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങൾ CPM നടത്തുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. കൂടെയുള്ള MLA-മാരുടെ എണ്ണം കുറഞ്ഞു വരിക
തുടരുകയാണെങ്കിൽ അത് ജോസ് കെ മാണിക്ക് മേൽ സമ്മർദ്ദ ശക്തിയായി മാറുകയും ചെയ്യും LDF-ൽ തുടരാൻ. പക്ഷേ ഇത്രയും നീക്കങ്ങൾ UDF-ലെ പോകാൻ നടത്തിയിട്ട് ജോസ് കെ മാണി വീണ്ടും LDF-ൽ തുടരുമോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. ക്രൈസ്തവ സഭകളുടെ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ജോസ് കെ മാണിക്ക് മേലുണ്ട് UDF-ലേക്ക് പോകാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. VD സതീശൻ സീറോ മലബാർ സഭ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഈ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ ശക്തമായി ഉരുത്തിരിഞ്ഞു വന്നത്. VD സതീശന്റെ വാക്കുകൾ കേൾക്കാം. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDF-ന്റെ പക്കലേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അപ്പൊ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയം ആവുള്ളൂ. വന്നാൽ മതി. വരുമ്പോ കറക്റ്റായിട്ട് പറയും. കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അപ്പൊ കറക്റ്റായിട്ട് അറിയാം. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ആ വിസ്മയം എന്താണെന്ന് ജോസ് കെ മാണിയെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതല്ലാതെ കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റിയുടെ കാര്യം അല്ല VD സതീശൻ സൂചിപ്പിച്ചത് എന്ന കാര്യം ഉറപ്പാണ്. ശ്രീ ഡോക്ടർ G ഗോപകുമാർ, ശ്രീ പണിക്കർ, ശ്രീ സേനാപതി വേണു, ശ്രീ M ജയചന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, എന്തായാലും UDF-ലേക്ക് പോകുവാൻ കരുക്കൾ നീക്കിക്കഴിഞ്ഞു ജോസ് കെ മാണി എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അദ്ദേഹത്തിന് തുടക്കത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ക്രൈസ്തവ സഭകളുടെ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ, കത്തോലിക്ക സഭയുടെ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ജോസ് കെ മാണിക്ക് മേൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ നിലപാടിലേക്ക് വന്നു കഴിഞ്ഞു. റോഷി അഗസ്റ്റിന് എതിർപ്പുണ്ട്. റാന്നി MLA പ്രമോദ് നാരായണനും എതിർപ്പുണ്ട്. മറ്റ് MLA-മാർ, മറ്റ് 3 MLA-മാർ, ജോബ് മൈക്കിൾ, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, അതുപോലെ N ജയരാജ്, ഈ 3 പേരും ജോസ് കെ മാണിക്കൊപ്പം ഉണ്ട് താനും. ഇതല്ലേ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ? മഞ്ജുസ്, താങ്കൾ പറഞ്ഞതിൽ ഒരു ചെറിയ ഭേദഗതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന് വരുത്തിക്കോട്ടെ. കാരണം ഈ സിനഡ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പോയി എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷമാണ് തീരുമാനം, വിസ്മയം എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവരുടെ വയനാട് സമ്മിറ്റ് ഉണ്ടല്ലോ, ഉച്ചകോടി, അടുത്തിടെ കോൺഗ്രസിന് നടന്നത് ആ 7 സ്റ്റാർ ഹോട്ടലിൽ, അതിനുശേഷമുള്ള കനകോലു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അത് RJD-യെ കുറിച്ചായിരുന്നെങ്കിൽ ഇന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ചാണ് എന്നൊരു പ്രകാര വ്യത്യാസം മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ. പ്രാഥമികമായിട്ടുള്ള ചിത്രം അതാണ്. പിന്നെ രണ്ടാമത് താങ്കൾ ചോദിച്ചാൽ, ഈ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ഒരു മണ്ഡലം കമ്മിറ്റിയുള്ള നേതാവ് പോലും UDF-ൽ നിന്ന് വിട്ട് LDF-ൽ നിന്ന് വിട്ട് UDF-ൽ ചേക്കേറണം എന്നൊരു അഭിപ്രായം എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും ഇതുവരെ കേട്ടിട്ടില്ല. പരസ്യമായി എവിടെയും അത്തരമൊരു താല്പര്യം വന്നതായി കേട്ടിട്ടില്ല. MLA-മാർ 5 പേരുണ്ട്. MLA-മാർ 5 പേരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിയുള്ള ആൾക്കാരുണ്ട്, അത് 10-40 പേരുണ്ടല്ലോ, അവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെയർമാന്റെ അഭിപ്രായം ചെയർമാൻ ഫേസ്ബുക്കിൽ പറഞ്ഞതും മറ്റു തരത്തിലാണ്. ആരെങ്കിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നത്? ശ്രീ M ജയചന്ദ്രൻ, അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം, അങ്ങനെയല്ലല്ലോ മുന്നണി മാറ്റം സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. നിന്ന നിപ്പിൽ മുന്നണി മാറിക്കളയും. അതാണ് കേരള കോൺഗ്രസിന്റെ ചരിത്രവും രാഷ്ട്രീയവും. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരള കോൺഗ്രസിന്റെ LDF-ലെ ഇപ്പോഴുള്ള നിലനിൽപ്പ്. അത് പൊടുന്നനെ മാറ്റി ഇനി UDF-ലേക്ക് ചാടുന്നു. ഇതാണല്ലോ നമ്മുടെ ഡിബേറ്റിന്റെ ഇന്നത്തെ ക്രക്സ് എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ അത്തരം സാധ്യതകൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 2010 PJ ജോസഫ് എങ്ങനെയാണ് UDF-ലേക്ക് പോയെന്ന് നോക്കിയാൽ മതിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ അതിലൊന്നും കാര്യമില്ല. പക്ഷേ ഈ താങ്കൾ ആദ്യം കണക്ക് പറഞ്ഞല്ലോ, MLA-മാർ 5 പേരുണ്ട്. അതിൽ 3 പേര് റോഷിക്കൊപ്പം നിൽക്കും, റോഷി അഗസ്റ്റിനൊപ്പം നിൽക്കുന്നു. 3 പേര് ജോസ് കെ മാണിക്കൊപ്പം, 3 പേര് ജോസ് കെ മാണിക്കൊപ്പം, റോഷിയും പ്രമോദ് നാരായണും ഒരു പക്ഷത്ത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ കേട്ടതിന്റെ തെറ്റാണത്. താങ്കൾ 3ഉം 2ഉമായിട്ടാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അത്തരം ഒരു ഡിവിഷൻ വരികയാണെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പം ഒരൊറ്റ MLA ഉണ്ടാവും. 4 MLA-മാർ ഈ പറയുന്നത് പോലെ മറുഭാഗത്ത് നിൽക്കും. മറുഭാഗത്തിന് നേതൃത്വം നൽകുന്ന റോഷി അഗസ്റ്റിനാണോ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് തെളിയിക്കാനിരിക്കുന്ന കാര്യമാണ്. ഏതായാലും അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സംശയമില്ലാതെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, ഇന്നത്തെ അറിവിൽപ്പെട്ടിടത്തോളം എനിക്ക് പറയാൻ പറ്റും, 4 MLA-മാർ ഒരു പക്ഷത്തും ഒരാള് പിന്നെ UDF-ലേക്ക് പോകണം എന്ന പക്ഷക്കാരനുമായിരിക്കും.
അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ വന്നു കഴിഞ്ഞു. അതായത് ഞാൻ മനസ്സിലാക്കട്ടെ, ഈ കാര്യം ഇപ്പോൾ ജോസ് കെ മാണിയുടെ പക്ഷത്ത് 3 MLA മാരുണ്ട്, മറുവശത്ത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA യും. ഈ ഒരു കാര്യം പുറത്തു വന്നതിന് ശേഷം CPM-ന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് 2 പേരെ ഞാനത് പറയുകയാണ്, N ജയരാജിനെയും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെയും ജോസ് കെ മാണി പക്ഷത്ത് നിന്ന് മാറ്റി റോഷി പക്ഷത്തെ കൊണ്ടുവരുവാനുള്ള ശ്രമം CPM വിജയകരമായി നിർവഹിച്ചിട്ടുണ്ട്. താങ്കളുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. താങ്കൾക്ക് CPM-ന്റെ അടുത്ത് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്, വലിയ സോഴ്സ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം താങ്കളോട് തന്നെ ചോദിക്കുന്നത്. എന്റെ വാക്യമായിട്ട് അതിനെ പരിവർത്തിപ്പിക്കേണ്ടതില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. മഞ്ജുഷെ, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായും 4 പേരെ ഒരു പക്ഷത്തും ഈ UDF-ലേക്ക് പോകാൻ ഒരാളുമേ ഉണ്ടാവൂ എന്നുള്ളതാണ് എന്റെ ബോധ്യവും വിശ്വാസവും. അത് ആരൊക്കെയാണെന്നുള്ള പേര് ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ 5 പേരേ ഉള്ളൂ. 5 പേരെ വെച്ച് നമുക്ക് എന്ത് സ്പെക്കുലേഷൻ അത് വെച്ചല്ലേ നടത്താൻ പറ്റൂ. ഏതായാലും അത് വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, അങ്ങനെ വരുമ്പോൾ 4 പേര് LDF-നൊപ്പം നിൽക്കണമെന്നും ഒരാൾ UDF-നൊപ്പം പോകണമെന്നും തീരുമാനിക്കാൻ ഉള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വരെ പോകാൻ പോലെയുള്ള സാധ്യതയില്ല. 16-ാമത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ശ്രീ സേനാപതി വേണു, അപ്പോൾ ഒരു കഷ്ണം കേരള കോൺഗ്രസ് മാണി മതിയോ നിങ്ങൾക്ക്? അങ്ങനെയല്ലല്ലോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. മുഴുവനായിട്ടും കേരള കോൺഗ്രസ് M എങ്ങനെയാണോ ഇപ്പോൾ LDF-ൽ നിൽക്കുന്നത് അത് അതേപടി UDF-ലേക്ക് വരണം എന്നാണല്ലോ, അങ്ങനെയാണല്ലോ ചർച്ചകൾ നടന്നത്. മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും ഇതിൽ താല്പര്യമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം കേരള കോൺഗ്രസ് M പോയത് നന്നായി എന്നുള്ള വിലയിരുത്തലാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും മധ്യ കേരളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തൂത്തുവാരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ് M-ന്റെ സഹായമില്ലാതെയാണ്. അതുകൊണ്ട് ഈ പാർട്ടിയെ ഇനി UDF-ലേക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണ് മധ്യ കേരളത്തിൽ. പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെയല്ല, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അങ്ങനെയല്ല. ഭരണം ഉറപ്പിക്കുവാൻ കേരള കോൺഗ്രസ് M കൂടി വരുന്നത് നല്ലതാണ് എന്നുള്ള ചിന്തയിലാണ് ഇത്തരം ചർച്ചകൾ വന്നത്. ക്രൈസ്തവ സഭയ്ക്കും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കും ഈ താല്പര്യമുണ്ട്. അവർ ഇടപെട്ട് ചർച്ച നടത്തി. ജോസ് കെ മാണിക്കും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ആ സമ്മർദ്ദം പക്ഷേ അദ്ദേഹത്തിനും താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. പക്ഷേ ഈ കഷ്ണമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ജോസ് കെ മാണിയെ? അല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവർ പൂർണ്ണമായി ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ അവർക്കിടയിലുണ്ടെങ്കിലും അവർ സമ്പൂർണ്ണമായ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ എല്ലാ MLA മാരും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇപ്പം ഇൻട്രോയിൽ തന്നെ അങ്ങ് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം രാഷ്ട്രീയ ധാർമ്മികത. ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞ ആ ഒരു കാലഘട്ടമൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാർമ്മികതയേക്കാൾ ഉപരിയായി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പും അവരുടെ മുന്നോട്ടുള്ള പ്രയാണവും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. നമുക്കറിയാം, ഇപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിടാനായിട്ട് ഉണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആശയപരമായ ഒരു സംഘർഷത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കാര്യത്തിന്റെ പേരിലോ അല്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടേമിനെ ഉണ്ടായ തർക്കവും അതിൽ UDF ഇടപെടുകയും UDF ഇടപെട്ടെന്നുണ്ടാക്കിയ എഗ്രിമെന്റ് പാലിക്കാതെ വരികയെന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, കേരള കോൺഗ്രസിന്റെ ഒരു DNA പരിശോധിച്ചാൽ 1964 മെയ് മാസം 9-ാം തീയതി ഇത് രൂപം കൊണ്ടതിന് ശേഷം ശരിക്കും കോൺഗ്രസ് വിരുദ്ധതയുടെ ഒരു പേരിലാണ് ഇത് രൂപം കൊണ്ടതെങ്കിലും എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനോടൊപ്പം നിന്ന് അതിനുള്ള ഒരു DNA ആണ് കേരള കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ ഞങ്ങളൊക്കെ മധ്യതിരാങ്കൂറിൽ പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് വളരെ അസ്വസ്ഥമാണ് അപ്പുറത്ത്. അതിനകത്ത് പിന്നെ ജയചന്ദ്രൻ സാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കേഡർഷിപ്പും രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമല്ല കേരള കോൺഗ്രസിനുള്ളത്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ ഒരു നഷ്ടമെന്ന് പറയുന്നത് അത് നമുക്ക് വിചാരിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്നതിൽ അപ്പുറത്താണ്. പ്രാദേശിക തലത്തിൽ പാർട്ടിയെ നയിക്കേണ്ട നേതാക്കന്മാരൊക്കെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റു എന്നുള്ള ഒരു വലിയ ഒരു ദുരന്തം അവിടെ നിൽക്കുകയാണ്. ഇപ്പം നിലവിൽ അവരുടെ 5 സീറ്റ്, ഇടുക്കി സീറ്റ്, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി, റാന്നി, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി സീറ്റുകൾ. ഈ സീറ്റുകൾ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ വിശകലനത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു. അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊന്നുപോലും
അവർക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഈ വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അങ്ങനെയുള്ള ഒരു പാർട്ടി എന്തിനാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യം ഉണ്ടാകുമല്ലോ. ആ ചോദ്യം ഉന്നയിക്കുന്നത് കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗമാണ്, UDF-ലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അവർ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത്. താങ്കളുടെ മനസ്സിൽ പോലും ആ ചോദ്യം ഉണ്ടാകും. എന്തിനാണ് ഈ തോൽക്കുമെന്ന് ഉറപ്പായിട്ട് MLA-മാരാകാനും മന്ത്രിമാരാകാനും ആഗ്രഹിച്ച് വരുന്ന ഇക്കൂട്ടരെ UDF-ലേക്ക് എടുക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതിനുള്ള മറുപടി കോൺഗ്രസ് തന്നെ കൊടുക്കേണ്ടിയും വരുമല്ലോ. അതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബഹുമാനായ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്താനുള്ള തീരുമാനമാണ്. ഇപ്പൊ നെയ്യപ്പത്തിന് നെയ്യ് ഇത്തിരി കൂടിപ്പോയി എന്നോർത്ത് കുഴപ്പമില്ല. ഞങ്ങളിപ്പം ജയിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ജനപിന്തുണ, പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിലെ വിവിധ മേഖലകളിൽ കുറച്ചുകൂടി ജനപിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നത്, കൂടുതൽ സീറ്റുകൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലില്ലാത്തതോ അല്ലെങ്കിൽ സംശയത്തിലുള്ളതായ സീറ്റുകളൊക്കെ ജയിക്കാൻ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റുമാനൂർ പോലുള്ള സീറ്റുകളിലൊക്കെ ഞങ്ങളുടെ വിജയം കുറച്ചുകൂടി അനായാസമാക്കുന്നതിന് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള സീറ്റല്ല, വാസവൻ ജയിച്ചിരിക്കുന്ന സീറ്റ്, പ്രിൻസ് ലൂക്കോസ് മത്സരിച്ച് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ തോറ്റുപോയ ആ സീറ്റുകളൊക്കെ UDF-ന് നേടാൻ കഴിയുന്ന ഒരടിത്തറ കൂടി, കുറച്ചുകൂടി ബലപ്പെടുത്തൽ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായ ഒരു കാര്യമാണ്, ആശാസ്യമായ ഒരു കാര്യമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷെ അതിനേക്കാൾ ദോഷകരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയും ചെയ്യുമല്ലോ. അത് ഗുണമോ ദോഷമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. ശ്രീ ഡോക്ടർ G. ഗോപകുമാർ, താങ്കൾ എങ്ങനെ കാണുന്നു? എന്തായാലും ഈ ചർച്ചകൾ നടന്നിട്ടുണ്ട്, തീരുമാനവും ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ UDF-ലേക്ക് ജോസ് കെ മാണി വരാതിരുന്നാൽ അതെന്തെങ്കിലും അത്ഭുതകരമായ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ ഇത് എങ്ങനെ ജോസ് കെ മാണിക്ക് വിശദീകരിക്കാൻ കഴിയും? UDF-ലേക്ക് വരുന്നതിനെ എന്ത് കാരണം പറയും? ജോസ് കെ മാണി എന്ത് കാര്യങ്ങൾ LDF-ൽ പറഞ്ഞാലും അത് സാധിച്ചു കിട്ടാറുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിൽ പോലും ഏറ്റവും അവസാനം ഇപ്പോൾ വേണമെങ്കിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അത് നടപ്പിലാക്കണമെന്നുമൊക്കെ ആവശ്യപ്പെടാം. പക്ഷേ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതേക്കുറിച്ചുള്ള പരാമർശം നടത്തിക്കഴിഞ്ഞു. പിന്നെ എന്ത് കാരണം പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിക്ക് മുന്നണി വിട്ട് UDF-ലേക്ക് വരാൻ കഴിയും? അതൊരു സമസ്യയല്ലേ? ഈ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു സാധ്യതയുടെ കലയായിട്ടാണ് രാഷ്ട്രീയത്തെ ഇവിടുത്തെ നേതാക്കന്മാരും പാർട്ടിയുടെ അണികളുമെല്ലാം കാണുന്നത്. ധാർമ്മിക മൂല്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാദവരാതെ പറയുമെങ്കിലും ഇത് പലപ്പോഴും സംഭവിച്ചിട്ട് കാണില്ല എന്ന് വേണമെങ്കിൽ പറയാം. 1979 LDF രൂപീകരണം ചെയ്ത പശ്ചാത്തലത്തിൽ അന്ന് ഈ മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു LDF-ൻ്റെ. EK നായനാർ ഭരണത്തിൽ വന്ന 80-ൽ 21 മാസം കഴിഞ്ഞപ്പോൾ ആദ്യം പുറത്തോട്ട് പോയത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിരുന്ന ആൻ്റണി ഗ്രൂപ്പുമായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് അന്ന് ഞങ്ങൾ പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞ ഒരു കത്ത് കൊണ്ടുവന്ന് EK നായനാരുടെ സെക്രട്ടേറിയറ്റിൽ കൊണ്ട് കൊടുക്കുന്നൊരു സമയം അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പത്രങ്ങളിലെല്ലാം താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ നയനാർ ആ കത്ത് വാങ്ങി ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് അവസരവാദിത്വം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുന്നത് അവർക്ക് ഘടനാപരമായി മധ്യ തിരുവിതാംകൂറിൽ ഗുണം ചെയ്യും. അപ്പോൾ പഞ്ചായത്തിലെ വിജയമൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് സത്യമാണ്. UDF-ന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടായി, ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടതുപക്ഷത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം UDF കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത്. ഇതിൽ നേട്ടം വാസ്തവത്തിൽ വരികയാണെങ്കിൽ മാണി ഗ്രൂപ്പിനുണ്ടാകുന്നുള്ളതിന് തർക്കമില്ല. കാരണം ഘടനാപരമായിട്ട് UDF-ന് വലിയ വോട്ട് കൊണ്ടുവരുന്ന ശക്തികളില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ പിന്നെ ആരാ കോൺഗ്രസിന് UDF-ന് വോട്ട് കൊണ്ടുവരുന്നത്? അപ്പോൾ കേരള കോൺഗ്രസ് പൊതുവേ രണ്ട് ഘടകങ്ങളും പഴയതുപോലെ ശക്തിയൊന്നുമില്ലെങ്കിൽ പോലും അവർക്ക് പോക്കറ്റിൽ കൈവയ്ക്കുന്ന ചില ബോറോകളുണ്ട്, ചില ഏരിയാസ് ഉണ്ട്. പക്ഷേ സാർ, കേരളത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാതെ ജയിക്കുവാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താകും? എന്നിട്ടും ആത്മവിശ്വാസം ഇല്ലായ്മയാണോ എന്നുള്ള ചോദ്യം ഉയരുകയില്ലേ? കോൺഗ്രസ് വോട്ടുകളെ വിശ്വാസമില്ലേ മധ്യ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും അണികളും ചോദിച്ചാലോ? അവിടെ സീറ്റ് മോഹികൾ നിരവധി ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിലുള്ള
തോൽക്കുന്ന സീറ്റുകൾ പോലും ഏറ്റെടുത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകണം എന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ടല്ലോ. കുട്ടനാടും അതുപോലെ തന്നെ ഏറ്റുമാനൂരുമൊക്കെ ആ ഗണത്തിൽ വരുന്നതാണ്. ആ സമയത്ത് മാണി ഗ്രൂപ്പ് കൂടി വന്നാൽ ആ കോൺഗ്രസ് നേതാക്കൾക്ക് വിനയാകും. അതുപോലെ 10 സീറ്റ് കഴിഞ്ഞ തവണ മത്സരിക്കാൻ കിട്ടിയതിൽ 10 വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. അവർക്ക് ഒരു 4 സീറ്റെങ്കിലും അവിടെ മത്സരിക്കാൻ കിട്ടാതെ നഷ്ടമാകും. ഇതൊക്കെ ഒരു ബാധ്യതയായി മാറുകയില്ലേ? മുന്നണിയിലെ ഒരു കലഹത്തിൻ്റെ രൂപത്തിലേക്ക് വരികയില്ലേ? പിന്നെ അടിയൊഴുക്കുകളും ഉണ്ടാവുമല്ലോ. ഈ വരുന്ന ജോസ് കെ മാണിയെയും കൂട്ടരെയും തോൽപ്പിക്കുവാനുള്ള ശ്രമം നടന്നാൽ. അമിത ആത്മവിശ്വാസം UDF ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഘടനാപരമായിട്ട് UDF അത്ര വലിയൊരു ശക്തിയൊന്നുമല്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൊടുങ്കാറ്റിൽ അവർക്ക് കിട്ടിയ വിജയമാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ച 2024 ലോക്സഭയിലെ വോട്ടെന്ന് പറയുന്നത് മോദി വിരുദ്ധ വോട്ടാണ്. കേന്ദ്രത്തിൽ ഈ BJP ഭരണം വരാതിരിക്കാനുള്ള കൂട്ടായ ശ്രമത്തിനകത്ത് പ്രതിപക്ഷ പാർട്ടികളും കൂടി LDFിൻ്റെ ചില അണികൾ പോലും ഒരുപക്ഷെ UDFന് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ഇവിടെ പറയേണ്ട. പഞ്ചായത്തിൻ്റെ കാര്യം നമുക്കെടുക്കാം, സംശയമൊന്നുമില്ല. ലോക്സഭയുടെ ട്രെൻഡും പാറ്റേണും വേറെ ഒന്ന് തന്നെയാണ്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. സഭാ നേതൃത്വത്തിൻ്റെ സ്വാധീനമുണ്ട്. അത് സിനഡിൻ്റെ പശ്ചാത്തലമല്ല, അതിന് മുമ്പേ തന്നെ പാമ്പ്ളാനിയും മറ്റും ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിൽ ചേരണമെന്നൊരു സൂചന നമ്മൾ പത്രങ്ങളിൽ അക്കാലത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയൊഴുക്കുകളുണ്ട് എന്നുള്ള സത്യമാണ്. അപ്പോൾ ക്രൈസ്തവ സഭയെ സഭയുടെ പിന്തുണ ഒന്നുകൂടി ഉറപ്പിക്കണം. കാരണം സഭ എന്തായാലും ഇത്തവണ UDFിൻ്റെ കൂടെയാണ്, അത് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് മാണി ഗ്രൂപ്പ് ഈ ജയിക്കാൻ പോകുന്ന ഒരു ബാൻഡ് വാഗണിനകത്ത് കയറണമോ അതോ തോക്കുമെന്ന് ഉറപ്പുള്ള LDFിനോട് നിൽക്കണോ, ഇങ്ങനെ ഒരു ചർച്ച അവിടെ വന്നിട്ടുണ്ടാകാം. മാത്രമല്ല, ഞാനിത് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിൻ്റെ DNA ആണ് കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോഴും അവർ തമ്മിൽ ബദ്ധവൈരികളായ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പാലാ കോട്ടയം ഏരിയാസിൽ, ഇടുക്കി ഏരിയയിലൊക്കെ വളരെ ശക്തമായ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ കോൺഗ്രസ് സംഘടനാപരമായി നല്ല ശക്തിയായി 95 സീറ്റിൽ നിന്ന് ഒരു 55 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുമില്ല, 60 സീറ്റ് വരെ കിട്ടും എന്ന് ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസവും മുറയിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സഭ ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും അക്കാര്യത്തിൽ ഒന്ന് ചാഞ്ചാടുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഐഡിയോളജിയോ വാല്യൂസിനോ ഒരു കാര്യവുമില്ല. കേരള കോൺഗ്രസ്സിലെ ഈ 2 ഗ്രൂപ്പുകളും ഇതിന് പുറമേയുള്ള പല ഗ്രൂപ്പുകളും, അങ്ങനെ കേരള കോൺഗ്രസ് എത്രയോ പ്രാവശ്യം പിളർന്നിട്ടുണ്ട്. മാണിയുടെ സുവിശേഷവും നമുക്കറിയാമല്ലോ, വളരുമ്പോൾ പിളരും, പിളരുമ്പോൾ വളരും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഐഡിയോളജി ഒരു പ്രശ്നമാകുന്നില്ല. ഈ ഒരു പിളർപ്പ് ശ്രീ പണിക്കർ, ഇങ്ങനെ ഒരു പിളർപ്പ് താങ്കൾ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ടോ? റോഷി അഗസ്റ്റിൻ പാർട്ടി പിളർത്തും എന്നുള്ളത്. ഈ റോഷി അഗസ്റ്റിൻ അങ്ങനെ ഈ പാർട്ടി പിടിച്ചെടുക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹം LDFിനോട് പക്ഷേ വിശ്വാസവഞ്ചന കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം ജോസ് കെ മാണിക്ക് ജയിച്ചു വരാൻ കഴിയാത്തത് കൊണ്ട് മന്ത്രിയായ ആളാണ് റോഷി അഗസ്റ്റിൻ. പക്ഷേ അദ്ദേഹം ആ ഒരു മേൽക്കോയ്മയൊന്നും പാർട്ടിയിൽ കാണിക്കാത്ത ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സന്നിഗ്ധ ഘട്ടമാണെന്ന് തന്നെ പറയാം. LDFിനെ കൈവിടാനും പറ്റുകയില്ല, എന്നാൽ ജോസ് കെ മാണി വിളിക്കുമ്പോൾ പോകാതിരിക്കാനും പറ്റുകയില്ല എന്ന്. പക്ഷെ ഒരു പാർട്ടി കൊണ്ട് നടക്കാനൊക്കെ ഉള്ള രീതിയിലേക്ക് അദ്ദേഹം മാറുമോ? അതേപോലെ തന്നെ ഈ MLA-മാരെ കൂടെ കൂട്ടി ശക്തി തെളിയിക്കാനൊക്കെ അങ്ങനെ ഒരു സാഹചര്യം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പിളർപ്പ് പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസ് നെടുകെ പിളരുന്ന ഒരു കാഴ്ച അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ? ശ്രീ മഞ്ജുഷ്, നമ്മൾ ഈ റോഷി അഗസ്റ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രീ റോഷി അഗസ്റ്റിൻ്റെ ലോയൽറ്റി അത് കൂടുതലായിട്ടും കേരള കോൺഗ്രസ് മാണിയോടൊപ്പമാണോ അതോ അത് CPM-നോടൊപ്പമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതലും CPM-നോട് ചേർന്ന് നിൽക്കുന്ന LDFിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് M-നേക്കാൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിസ്മയത്തിനെ കുറിച്ചാണ് ശ്രീ VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളല്ലേ ഉള്ളൂ, വിസ്മയം നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ വിസ്മയം ഇന്ന് സംഭവിച്ചിരിക്കുന്നതല്ല അവരുദ്ദേശിച്ചിരിക്കുന്ന വിസ്മയം എന്നതിനെക്കുറിച്ച് വ്യക്തമാണ്. കാരണം ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് M-ന്റെ UDF പ്രവേശത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം ഈ വിസ്മയം സംഭവിക്കും, കാത്തിരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആ സമയത്ത് 3 ആൾക്കാരുടെ പ്രതികരണങ്ങൾ നോക്കൂ. ഇതിൽ ശ്രീ റോഷി അഗസ്റ്റിൻ ആയിക്കോട്ടെ, ശ്രീ പ്രമോദ് നാരായണൻ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും പറയുന്നത് LDFിനോടൊപ്പം തുടരും എന്നാണ്.
LDF തുടരും എന്ന അർത്ഥത്തിലാണ് അവർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എങ്കിലും ആ പോസ്റ്റിൽ അതിൻ്റെ ചിത്രങ്ങൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയാൽ ആ ചിത്രങ്ങളിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തുടരും എന്ന് പറയുന്നത് കേവലം മോഹൻലാലിൻ്റെ സിനിമയുടെ പേരിനെ ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുകയല്ല. 2026 ഭരണരംഗത്ത് LDF തുടരും എന്നല്ല പറയുന്നത്, മറിച്ച് തങ്ങൾ CPM-നോടൊപ്പം തുടരും അല്ലെങ്കിൽ LDF-ൽ തന്നെ തുടരും എന്ന നിലയ്ക്കാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതല്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു പോസ്റ്റിന് നിലവിൽ മറ്റു തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സാങ്കത്യവുമില്ല. അപ്പോൾ അതിൽ ശ്രീ റോഷി അഗസ്റ്റിൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കുക. അതേപോലെ പ്രമോദ് നാരായൺ ഇട്ടിരിക്കുന്നത്, മറ്റുള്ള പല ആൾക്കാരും സമാനമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല. ഇനി ശ്രീ ജോസ് കെ മാണിയുടെ തന്നെ പ്രതികരണം നോക്കും, അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. കാരണം പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി എന്ന് വേണമെങ്കിൽ തോന്നും. പക്ഷെ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നും വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് തിങ് ഓഫ് ദ പാസ്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ചരിത്രപരമായി ശരിയായിട്ടുള്ള ഒരു വസ്തുത ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഒഴിവാക്കാനാകാത്ത യാത്ര എന്ന് പറയുന്നത് ഏത് യാത്രയാണ്, ആരെ കാണാനുള്ളതാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വരും ദിവസങ്ങളിൽ പറയട്ടെ. ദുബായ് യാത്രയാണ്. ദുബായ് യാത്രയിലായിരുന്നു അദ്ദേഹം. VD സതീശനും ദുബായിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വായിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഒരുപക്ഷെ അദ്ദേഹം പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഇനി ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമാണ്. കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാണ്. നോക്കൂ, ഇദ്ദേഹം ഇതിന്റെ ആദ്യത്തെ വരിയിൽ പറയുന്നത് ഈ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം അത് പറയുന്നില്ല. പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസന്നിഗ്ധമായിട്ട് അദ്ദേഹത്തിന് ഒരൊറ്റ സെന്റൻസ് മതിയായിരുന്നു. അദ്ദേഹം എവിടെ പോയി എന്നുള്ളതോ അല്ലെങ്കിൽ ആൾക്കാർ പല റൂമേഴ്സാണ് പ്രചരിപ്പിക്കുന്നത്, ഇതൊന്നും വേണ്ട. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ CPM-നൊപ്പം എന്നൊരൊറ്റ ലൈൻ ഇട്ടാൽ മതിയായിരുന്നു. നമ്മളതിൻ്റെ 2000 കമൻറ്റുകളുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ. ആ കമൻറ്റുകളിൽ കുറേ അധികം ആൾക്കാർ ആവശ്യപ്പെടുന്നത് ആ നിലപാട് ഇപ്പോഴൊന്ന് വ്യക്തമാക്കാമോ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റ ലൈനിൽ ഈ കാര്യം ഒന്ന് പറയാമോ, ഇത്രയും പരത്തി പറയേണ്ടുന്ന കാര്യമില്ലല്ലോ എന്നാണ്. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, അവസാനത്തെ ലൈൻ അദ്ദേഹം തിരുത്തി. ആദ്യം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നായിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിരുത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാക്കി. അതായത് ഈ തീരുമാനം അദ്ദേഹം മാറ്റി. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് എവിടെ പോവുകയാണെങ്കിലും പിളരുകയൊന്നുമില്ല, ഒറ്റ തീരുമാനമെടുത്ത് ഒരേ സ്ഥലത്ത് തന്നെ പോകും, അത് മുന്നോട്ട് തന്നെയാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അത് പറയുന്നത്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് ആണ്. നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താ പറയുക, പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിലേക്ക് ചേർത്ത് വെക്കാത്ത ഒരു ഗ്രൂപ്പാണ് ഈ കേരള കോൺഗ്രസ് പാർട്ടികൾ എന്ന് പറയുന്നത്. കാരണം കേരള കോൺഗ്രസിനെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അന്ന്. രാഷ്ട്രീയ ധാർമ്മികത അവകാശപ്പെടാനായിട്ട് അധികം പാർട്ടികളൊന്നും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. പക്ഷേ കേരള കോൺഗ്രസിന് അവകാശപ്പെടാനായിട്ട് തീരെയും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് പലപ്പോഴും ഈ കേരള കോൺഗ്രസിനെ പറ്റി തോന്നുമ്പോൾ, പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ പറ്റിയൊക്കെ തോന്നുന്ന സമയത്ത് എപ്പോഴും മനസ്സിൽ വരുന്ന TR ബാലു എന്ന് പറയുന്ന പഴയ മന്ത്രിയുടെ ചിത്രമാണ്. അദ്ദേഹം IK ഗുജറാൾ ഭരിക്കുന്ന സമയത്തും കേന്ദ്രമന്ത്രിയായിരിക്കും, ദേവഗൌഡ ഭരിക്കുന്ന സമയത്തും കേന്ദ്രമന്ത്രിയായിരിക്കും, വാജ്പേയി ഭരിക്കുന്ന സമയത്തും കേന്ദ്രമന്ത്രിയായിരിക്കും, മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്തും കേന്ദ്രമന്ത്രിയായിരിക്കും. ആര് ഭരിച്ചാലും ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു തീരുമാനമുള്ള ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അതേപോലെ കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതൊരു മോഹഭംഗമായിരുന്നു അദ്ദേഹത്തിന്. റോഷിക്ക് ഈ 5 വർഷവും മന്ത്രിയായി തുടരാൻ കഴിഞ്ഞു. ഇനി UDF ജയിക്കും എന്നുള്ളൊരു പ്രതീതി വരുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത 5 വർഷവും മന്ത്രിയാകാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ ഈ കാര്യങ്ങൾ പോകുന്നത്, അങ്ങനെയൊക്കെയാണല്ലോ ഈ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നത്. പക്ഷേ റോഷി അഗസ്റ്റിന് ചിലപ്പോൾ അടുത്ത തവണ മന്ത്രിസ്ഥാനം ഉറപ്പില്ല UDF-ലേക്ക് പോയാലും. കാരണം റോഷി ജോസ് ഉണ്ടാവും, N ജയരാജ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് റോഷിയുടെ സ്ഥാനം വരികയുള്ളൂ. തീർച്ചയായിട്ടും നോക്കൂ, അവിടെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഓരോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരുടെയൊക്കെ ലോയൽറ്റി എന്ന് പറയുന്നത് LDF-ലാണ് എന്ന് പറയുമ്പോഴും ഇതെല്ലാം പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം തന്നെയാണ്, അതല്ലാതെ മറ്റൊന്നും അതിൽ പറയാനില്ല. അതായത് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന പാളയത്തിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ ബാക്കിംഗ് കിട്ടും. അങ്ങനെ നിന്നിട്ട് അടുത്ത തവണ അവർ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഭിന്നിപ്പ് ആ പാർട്ടിയിൽ ഉണ്ടായാലും
അദ്ദേഹത്തിനെ CPM ഫേവർ ചെയ്യും. കാരണം അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൈയൊഴിയുന്ന ആൾക്കാരല്ല CPMകാർ. അപ്പോൾ അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ഗുണമുണ്ടാകുന്ന അതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകും. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണല്ലോ എന്നൊരുപക്ഷെ ശ്രീ ജോസ് കെ മാണി ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ട് അന്നുണ്ടായിരുന്ന ഒരു വീഴ്ച, ആ വീഴ്ച കൊണ്ട് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം കിട്ടിയിരിക്കുന്ന മറ്റാൾക്കാരുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും എന്ന് പറയുന്നതും, പിന്നീട് ആ തീരുമാനമെടുത്തത് എന്നതിനെ വിഴുങ്ങേണ്ടി വരുന്നതും, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് പറയുന്നതും. ഇതിപ്പോൾ നമ്മൾ ആൾക്കാർ എന്തൊക്കെ നിഷേധിച്ചാലും ഈ രീതിയിലത്തേക്കുള്ള ഒരു ചർച്ച അത് ഈ സമയത്ത് മാത്രം നടക്കുന്നതല്ല, നേരത്തെ തന്നെ അത് സജീവമായിരുന്നുവെന്നും ആൾക്കാരൊക്കെ അത് ഡിനൈ ചെയ്യുന്ന സമയത്ത് പോലും അത് നടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. വിസ്മയം അവിടെ നടക്കണം എന്ന് ശ്രീ VD സതീശൻ പറയുന്നുണ്ടെങ്കിൽ അത് കേവലം ഐഷ പോറ്റി വന്നതുകൊണ്ട് നടക്കില്ല. മറിച്ച് ആ വിസ്മയം നടക്കണമെങ്കിൽ നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി ക്ലൗട്ടുള്ള കുറേയധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗിനെ പോലെ അത്ര വലിയ പാർട്ടി അല്ല എങ്കിലും ചില പോക്കറ്റുകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, ചില മതവിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, ചില മതപുരോഹിതന്മാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് UDF രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ M ജയചന്ദ്രൻ, ഈ ഒരു പ്രസക്തി LDFനും ബോധ്യമുള്ളതാണല്ലോ. അതുകൊണ്ടാണല്ലോ കേരള കോൺഗ്രസ് മാണി എന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന CPMനെ അല്ലേ ഇപ്പോൾ കാണുന്നത്. ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചാൽ പോലും അതിനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ കാരണം കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ് ജോസ് കെ മാണിക്ക്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ മത്സരിക്കാൻ നൽകി, 13 ഉണ്ട് യഥാർത്ഥത്തിൽ. അത് കുറ്റ്യാടിയായിരുന്നു. അത് കഴിഞ്ഞ തവണത്തേക്ക് മാത്രം ഒരു വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ ഇത്തവണ അതും നൽകിക്കഴിഞ്ഞാൽ 13 സീറ്റായി. അപ്പോൾ അതിനൊന്നും ഒരു മടിയും CPM കാണിക്കാൻ ഒരു സാധ്യതയുമില്ല. എങ്ങനെയും ഉറപ്പിച്ച് നിർത്തുവാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അതാണല്ലോ താങ്കൾ പറഞ്ഞ ഈ 4-1 ചുരുങ്ങിയിട്ടുണ്ട് എന്ന്. അതായത് ഒരാൾ മാത്രം ജോസ് കെ മാണിക്കൊപ്പവും UDFിലേക്ക് പോകാൻ തയ്യാറായി, 4 പേർ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് എന്ന്. അത് CPMൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾ ഉറപ്പിച്ച് പറയുന്നു അങ്ങനെയാണെന്ന്. അപ്പോൾ CPM ഇതിനു വേണ്ടി നന്നായി പണിയെടുക്കുന്നുണ്ട് അല്ലേ? നന്നായി പണിയെടുക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം പിന്നെ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ 5 സിറ്റിംഗ് MLA-മാരാണ് ജോസ് കെ മാണി വിഭാഗത്തിനുള്ളത്. അതിൽ 4 സീറ്റ് ഇനിയാണെങ്കിൽ LDFിൽ നിന്നാൽ തന്നെയും ജയിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത സീറ്റാണ് എന്ന് എനിക്കറിയാം. ആ മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന ആർക്ക് മനസ്സിലാവുകയും ചെയ്യും. താങ്കളുടെ ധാരണ തെറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ധാരണ ഇല്ല ജോസ് കെ മാണിക്ക്. ഈ 4 MLA-മാരുടെ കാര്യത്തിൽ MLA-മാർ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ ഉറപ്പാണ് ജയിക്കാൻ എന്നുള്ള ധാരണ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. ഇപ്പോൾ ഇടുക്കിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കാം. പക്ഷേ റാന്നിയുടെ കാര്യത്തിലും ചങ്ങനാശ്ശേരിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമെന്ന് പറയാനാവില്ല. എന്ന് ഞാൻ കുറച്ചുകൂടെ തെളിച്ച് പറയാം. താങ്കൾ അങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് ഒരു കാര്യം തെളിച്ച് പറയാം. ഇപ്പോ ഈ ഇടുക്കിയും റാന്നിയും കാഞ്ഞിരപ്പള്ളിയും ഒരു പ്രശ്നവുമില്ല, LDFിൽ നിന്നാൽ തന്നെ ജയിച്ചു കയറുന്ന സീറ്റുകളാണ് ഈ 3 മാണി ഗ്രൂപ്പ് സീറ്റുകളും. അതേസമയം പൂഞ്ഞാറിൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടാൻ കഴിയുന്ന സീറ്റാണ്. ചങ്ങനാശ്ശേരി അത്രയും അല്ല. ചങ്ങനാശ്ശേരിയിൽ പ്രശ്നങ്ങൾ ഏറെ ഉണ്ട് താനും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. ഞാൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ അനുസരിച്ചാണ് പറഞ്ഞത്. ഇത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ജോസഫ് വിഭാഗവും പറയുന്ന കാര്യം കൂടിയാണ്. ഈ മാണി കോൺഗ്രസിനെ എന്തിനിങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന ചോദ്യം അവർ ഉന്നയിക്കുമ്പോൾ എടുത്തു പറയുന്ന ഇതാണ്. പാലായും അങ്ങനെ തന്നെ. പാലായും അങ്ങനെയാണല്ലോ. പാലായിൽ ഇനി ജോസ് കെ മാണി UDFിൽ നിന്ന് ജയിക്കുവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയമാണ്. ലീഗ് അതുകൊണ്ടാണ് ഞങ്ങളുടെ തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാം, എങ്ങനെയും ജോസ് കെ മാണിയെ എത്തിക്കണമെന്ന് വാശി പിടിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയെ തിരുവമ്പാടി കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കാൻ. പാലായിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനവും പാറ്റേണും ഒക്കെ നോക്കിക്കോളൂ. എന്നാലും അപ്പോൾ പോലും ഈ തദ്ദേശ റിസൾട്ട് വന്നതിന് ശേഷം 2000 വോട്ടിന് ഭൂരിപക്ഷമുണ്ട് അവിടെ LDFന്. പാലാ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 2000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞില്ലല്ലോ. താങ്കൾ മുമ്പേ പാലായിൽ മറ്റൊരു സാഹചര്യം കൂടി വരും. ശ്രീ ജയചന്ദ്രൻ, പാലായിൽ ജോസ് കെ മാണി ജയിച്ചു വരാൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ജോസ് കെ മാണിക്ക് പാലാ ബാലികേറ മലയാണ് നിലവിൽ. അല്ലാതെ ഞാൻ പറഞ്ഞത് ഈ മണ്ഡലങ്ങളുടെ കാര്യം താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. പാല ഞാൻ കൂട്ടിയില്ലല്ലോ.
പാലാ കൂട്ടത്തിൽ ഞാൻ കൂട്ടാത്തതും മറ്റു പല കാരണങ്ങളും ഉള്ളതുകൊണ്ടാണ്. പ്രാക്ടിക്കലി അവിടെ ഒട്ടേറെ പ്രതികൂല ഘടകങ്ങളുണ്ട്. പിന്നെ ഈ ജോസ് കെ മാണി വരികയാണെങ്കിൽ താൻ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാം എന്ന് പറയുന്നയാളാണ് ഇപ്പോഴത്തെ MLA മാണി സി കാപ്പൻ. പക്ഷെ മാണി സി കാപ്പൻ പോയി ജോസ് കെ മാണി UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടോടെ മത്സരിച്ചാലും LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലായിൽ മത്സരിച്ചാലും ഏത് മുന്നണിയിൽ നിന്ന് മത്സരിച്ചാലും പിന്നെ കടന്നുകൂടുക ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഷോൺ ജോർജും കൂടെ പാലായിൽ BJP സ്ഥാനാർത്ഥിയായി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരുപാട് കടമകളുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം വസ്തുതയാണ്. കോഴിക്കോട് ലീഗിന്റെ സമ്മർദ്ദം എന്ന് മാത്രമല്ല, കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ ഒരു സമ്മർദ്ദം പ്രധാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 32 സീറ്റുകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് മാണി ഗ്രൂപ്പ് കോഴിക്കോട് ജില്ലയിൽ മത്സരിച്ചത്. അതിൽ അവർക്ക് കിട്ടിയതാവട്ടെ 2 സീറ്റ് മാത്രവും. ബാക്കി 30 സീറ്റ് അവർക്ക് കിട്ടിയില്ല. അപ്പോ ലീഗിന്റെ നേതൃത്വം അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ കൂടെ സമ്മർദ്ദം ഇത്തരം കാര്യങ്ങളിലുണ്ടോ എന്നും, തിരുവമ്പാടി സീറ്റ് ലീഗിന്റെ ആണല്ലോ, ആ സീറ്റിൽ ജോസ് കെ മാണിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം എന്നുള്ള വാഗ്ദാനം മുൻകൂറായി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്ന വാർത്തകളല്ല, പക്ഷെ കേൾവിയാണ്. എങ്കിലും ഈ പറഞ്ഞ പിന്നെ ജില്ലാ ഘടകത്തിന്റെ താല്പര്യം അതൊരു പ്രധാനപ്പെട്ട താല്പര്യമായി വരുന്നത് 16 ജില്ലകൾ നോക്കിയാണ്. കോഴിക്കോട് നിന്നാണ് പ്രധാനമായിട്ടും ആ ഒരു പ്രഷർ വരുന്നത്. ഏതായാലും അതുൾപ്പെടെയാണല്ലോ 11-ാം തീയതി തീരുമാനിക്കാൻ പോവുക. എങ്കിലും മൊത്തത്തിൽ പറയുമ്പോൾ LDF-ൽ നിന്ന് മാറി നിന്ന് അസ്തിത്വം മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടത്തക്ക നിലയിൽ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം വിശദീകരിക്കാൻ സഭാ നേതൃത്വത്തിന്റെ കാര്യമൊന്നും പറയണ്ട. സഭാ നേതൃത്വം കാലാകാലങ്ങൾ തീരുമാനിക്കുന്നത് പോലെ അല്ല കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏത് ഇലക്ഷൻ എടുത്ത് നോക്കിയാലും അങ്ങനെയല്ല. പിന്നെ പരമ്പരാഗതമായി തന്നെ UDF-നോട് ഒട്ടി നിൽക്കുന്ന അനുകൂലമാണ്. ഇപ്പം ജോസ് കെ മാണി ഇങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ മാണി സാറ് LDF-ലേക്ക് പോകുന്നു. അപ്പോൾ പോലും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നല്ലൊരു പങ്ക് വോട്ട് ഷെയറുകൾ കിട്ടുന്ന മുന്നണിയാണ് UDF. ശരിയാണ്, സംശയമില്ല. അത് അങ്ങനെയാണെങ്കിൽ ശ്രീ സേനാപതി വേണു, ഇപ്പോൾ ജോസ് കെ മാണിക്ക് ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്തോറും പിന്തുണ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ തിരിച്ചടിയായിട്ട് മാറുമോ എന്നുള്ളൊരു ആശങ്കയില്ലേ? താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ ഈ ജോസഫ് വിഭാഗത്തിൻ്റെ സമ്മതം, അത് ശരിയാണ്, ജോസഫ് വിഭാഗം എതിർത്ത് നിൽക്കും എങ്കിൽ പോലും അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വരും. സഭയുടെ സമ്മർദ്ദം കൂടി അക്കാര്യത്തിൽ വരുന്നതോടുകൂടി. പക്ഷേ ഇങ്ങനെ ബാധ്യതയാകുന്ന സാഹചര്യങ്ങളും ഇല്ലേ മധ്യ കേരളത്തിൽ ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ? ഈ പ്രാദേശികമായി കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് വരുന്നത് ചില സീറ്റുകളിലെങ്കിലും കാലുവാരൻ്റെ രീതിയിലേക്ക് പോകും. അത് ഇടുക്കിയിലും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും പ്രകടമാവുകയും ചെയ്യും. അല്ല, ഞാൻ ജയചന്ദ്രൻ സാർ പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ ഒരു അനുമാനത്തിലെ ഒരു തെറ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇടുക്കി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും അങ്ങ് മനസ്സിലാക്കണം, മുഴുവൻ പഞ്ചായത്തുകളും അസംബ്ലി മണ്ഡലത്തിനകത്ത് 2 ബ്ലോക്ക് പഞ്ചായത്തും ആ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഉള്ളിൽ വരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ 2 ഞങ്ങളത് സമ്പൂർണ്ണമായിട്ടും കോൺഗ്രസ്, അത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉണ്ടാകാത്ത ഒരു പ്രതിഭാസമാണ്. ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തും 2 ബ്ലോക്ക് പഞ്ചായത്തിന്റെ സീറ്റും ജില്ലാ പഞ്ചായത്ത് സീറ്റും കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിലുള്ള ആളുകൾ മാത്രമാണ് അവിടെ ഞങ്ങൾ മാത്രം ഭരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു, ഇടുക്കി അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനായാസമായിട്ട് ഞങ്ങൾക്ക്, അതായത് കണ്ണടച്ച് പാട്ടും പാടി ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. ഞങ്ങളെന്ന് പറയുന്നത് കോൺഗ്രസ് ആണോ അതോ UDF-ലെ ഏതെങ്കിലും ഘടകകക്ഷിയാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, കോൺഗ്രസ് മാത്രം. അല്ലല്ല, UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പോലും ഇടുക്കി സീറ്റിൽ പറ്റില്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റിന്റെ ഒരു കാര്യമല്ലല്ലോ. അത് നിസ്സാരമല്ലല്ലോ ശ്രീ സേനാപതി വേണു. അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ച് ഇതിനകം തന്നെ പ്രവർത്തനം പോലും തുടങ്ങിയ നേതാക്കളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റുമാനൂർ സീറ്റ്, അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്, അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് എന്ന ഒരു അനുമാനത്തിൽ കോൺഗ്രസ് അത് ഏറ്റെടുക്കുമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ തന്നെ ചില നേതാക്കൾ അതിനുവേണ്ടി കണ്ണുനട്ടിരിക്കുകയായിരുന്നു. അവർക്ക് മാറിക്കൊടുക്കേണ്ടി വരും. ഇടുക്കി സീറ്റ് അതും പ്രശ്നമാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് ഒന്നുകിൽ ജോസ് കെ മാണി വിഭാഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും ഇടുക്കി സീറ്റ്. അപ്പോൾ കുപ്പായം തപ്പിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ കാര്യം എന്താകും?
ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യം എന്താകും? സ്വാഭാവികമായിട്ടും എന്താ പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ ചിലരൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ജയചന്ദ്രൻ സാർ പറഞ്ഞ ഒരു പഴയ സംഭവം ഞാൻ ഓർക്കുക. 2010 മാണി ഗ്രൂപ്പ് തിരിച്ചു വരുമ്പോൾ കേരള കോൺഗ്രസുകളുടെ ലയനമുണ്ടായി ജോസഫ് ഗ്രൂപ്പ് തിരിച്ചു വന്നില്ല എങ്കിൽ അന്നത്തെ ഞങ്ങളുടെ DCC പ്രസിഡന്റ് ആയിരുന്ന റോയി കെ പൗലോസ് എന്ന് പറയുന്ന ആള് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ PJ ജോസഫ് വിഭാഗം തിരിച്ചു വന്നു, ഞങ്ങൾ ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു, അവരത് സ്ഥിരമായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഇടുക്കിയുടെ ഒരു കാര്യത്തിലും ഒരു സംശയവും വേണ്ട, കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് റോഷി അഗസ്റ്റിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ മത്സരം അത് ആരെങ്കിലുമൊക്കെ ആ കാര്യത്തിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ മധ്യ തിരുവിതാംകൂറിൽ മലയോര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഞങ്ങൾക്കറിയാം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒരു നിശ്ചിത ശതമാനം, അവരിപ്പം വലിയ എന്താ പറഞ്ഞ ഒരു പാർട്ടി എന്ന നിലയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിലും സ്ഥിരമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വോട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗം അത് എല്ലാ കാലത്തും അവരുടെ ഒരു പൊളിറ്റിക്കൽ അടിത്തറയാണ് എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ പ്രകടനത്തിന് വരണമെന്നില്ല, അവർ ചിലപ്പോൾ ശക്തി പ്രകടനമായിട്ട് പൊതുരംഗത്തുണ്ടാകണമെന്നില്ല, പക്ഷേ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. നിശ്ചയമായും അതുകൂടി ഞങ്ങളോടൊപ്പം വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി, പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ച ഈ മധ്യ തിരുവിതാംകൂറിലെ പണ്ട് കേരള കോൺഗ്രസ് വെട്ടിപ്പിടിച്ച അങ്കമാലി മുതൽ ചേർത്തല വരെയുള്ള അവരുടെ 24+2 രണ്ട് സ്വതന്ത്രന്മാർ വന്ന് ജയിച്ചു. ചാത്തന്നൂരും പൂഞ്ഞാറിലും ജയിച്ച സ്വതന്ത്രന്മാരുൾപ്പെടെ 24+26 എന്നുള്ള പഴയൊരു ചരിത്രമുണ്ടല്ലോ, അങ്കമാലി ഫ്രം ചേർത്തല വരെ. ആ ഒരു പ്രദേശത്ത് കേരള കോൺഗ്രസിന് മാണി ഗ്രൂപ്പിന് ഇപ്പോഴും അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ ഒരു ആത്മവിശ്വാസമാണ് UDF ഇപ്പോൾ ഉള്ളത്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, മറ്റൊരു കാര്യം 2011 കൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇങ്ങോട്ട് വന്ന് ലയിച്ചില്ലായിരുന്നുവെങ്കിൽ അത് ജോസഫ് വിഭാഗത്തിന് ഒരു അവകാശവാദം കൂടി ആയിരുന്നു. അന്ന് VS സർക്കാരിന് തുടർഭരണം കിട്ടുമായിരുന്നു. 68-72 ആയിരുന്നുവല്ലോ. തൊടുപുഴയിൽ അന്ന് PJ ജോസഫ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ചിരുന്നുവെങ്കിൽ ആ സീറ്റ് UDF നഷ്ടമായനെ, കോതമംഗലം അവർക്ക് നഷ്ടമായനെ, കടുത്തുരുത്തി അവർക്ക് നഷ്ടമായനെ. ഈ ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോഴും ജോസഫ് വിഭാഗം. ആ ലയനം സഹായിച്ചുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം തിരിച്ചു വരുമ്പോൾ അതും ഇവർ എല്ലാവരും അംഗീകരിക്കേണ്ടതല്ലേ? ജോസഫ് വിഭാഗം അതിന് അംഗീകാരം നൽകുന്നില്ല. ഇത് കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് വസ്തുതകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും UDFൻ്റെ ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നീക്കുപോക്കുകൾ വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആശയം വരുമ്പോൾ അത് ഒരു പക്ഷേ ഒരുമിച്ച് പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. കേരള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരിക്കലും ആ മനസ്സുകൊണ്ട് യോജിക്കാത്ത ഒത്തിരി സമയമുണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് അവരെല്ലാം ഒന്നിച്ച് വന്ന് ഒറ്റക്കെട്ടായി നിന്നിട്ട് പോലും വീണ്ടും അത് തകർന്നു, ഇല്ലെങ്കിൽ ഐക്യം പോയി എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമാണ്, ജോസഫ് ഗ്രൂപ്പായാലും മാണി ഗ്രൂപ്പായാലും പഴയ മേനി നടിക്കാനുള്ള ശക്തിയൊന്നും പഴയ രണ്ട് കൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ്. ചെറിയ പാർട്ടികളാണ്, അതിൽ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കഷ്ണങ്ങളായി നിൽക്കുകയാണ്. അതേസമയം ചില മേഖലകളിൽ അവർക്ക് സ്വാധീന ശക്തിയുണ്ട്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ മാണി ഗ്രൂപ്പ് വരുന്നത് അവരുടെ ഘടനയ്ക്ക്, അവർ UDF എന്ന ഘടനയ്ക്ക് ഗുണം ചെയ്യും താൽക്കാലികമായിട്ടെങ്കിലും. തർക്കവും വഴക്കവും ഒക്കെ പിന്നീട് ഉണ്ടാകും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1982-87 കാലത്ത് കരുണാകരൻ ഭരിച്ച സമയത്ത് 12 കക്ഷികളോളം ഉണ്ടായിരുന്നു. അതിൽ തന്നെ കേരള കോൺഗ്രസിൻ്റെ 3 ഗ്രൂപ്പുകൾ ആ UDFിലുണ്ടായിരുന്നു. അത് 5 കൊല്ലം തുഴഞ്ഞങ്ങ് പോയി. അത് മുന്നിൽ നിൽക്കുന്നവരതെങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ആ നിലയിൽ നോക്കുമ്പോൾ UDFന് അത്രയും വലിയ ശക്തിയൊന്നുമില്ല, അത് ദുർബലപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ഈ മാണി ഗ്രൂപ്പ് വരുന്നതിന് UDF താല്പര്യപ്പെടും, കോൺഗ്രസും താല്പര്യപ്പെടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത് ഈ ക്രൈസ്തവ സഭയുടെ നിലപാടുകളാണ്. അതും കൂടി ഇതിനകത്ത് എടുക്കണം ഈ ചർച്ചയിൽ എന്നുള്ളതാണ്. കാരണം ക്രൈസ്തവ സഭ എടുക്കുന്നൊരു നിലപാട് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവരെന്ത് നിലപാടെടുക്കും, ഏത് ഭരണം വരണമെന്ന് ആഗ്രഹിക്കും, അതിനുവേണ്ടി അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ ഈ പറയുന്ന പോലെ കൊട്ടാരക്കര മുതൽ നമുക്ക് തൃശ്ശൂർ വരെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് കേരള കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലുള്ള വടക്കോട്ട് മലബാറിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വാധീന പോക്കറ്റുകളുണ്ടെങ്കിൽ സഭ പറയുന്നതിനെ കുറേയൊക്കെ കേൾക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നത് UDF ആണ്, LDF അല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മെയ്വഴക്കം പഴയ കാലത്ത് കരുണാകരനുണ്ടെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും വേണുഗോപാലിനും സതീഷിനും ഒക്കെ ഉണ്ട് എന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മുന്നണി വിപുലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ സഭയുടെ നിലപാട് പ്രധാനമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംശയമില്ല, അത് UDFിൽ തന്നെയാണ്. പക്ഷേ ക്രൈസ്തവ സഭയുടെ കാര്യത്തിൽ
അതിലേതെങ്കിലും ഒരുപാട് ഫാക്ഷൻസ് ഉണ്ടല്ലോ, അതേതെങ്കിലുമൊക്കെ ഫാക്ഷൻസ് LDFിലേക്ക് പോവുകയോ ഒരു ചെറിയ വിഭാഗം BJPക്ക് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ അത് ഈ കണക്കുകൂട്ടലിനെ ബാധിക്കും. ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ 2 പ്രബല കക്ഷികളുണ്ടെങ്കിലും വലിയ സീറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിലും സംഘടനാപരമായ ശക്തിയായ BJP ഉണ്ടെങ്കിലും ഇതിവിടെ നമ്മൾ കാണേണ്ടത് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിംവർക്കിലാണ് ഇത് കാണേണ്ടത്. ആ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പാർട്ടികൾ മാത്രമല്ല, സംഘടിത സമുദായ ഗ്രൂപ്പുകളുണ്ട്. അവരുടെ പ്രസക്തി ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന നിലപാടിനെ മറിച്ച് ഒരു നിലപാട് മറുവശത്ത് വരുന്നെങ്കിൽ അതിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് ക്രൈസ്തവ സഭയുടെ നേതൃത്വമായിരിക്കും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല. അക്കാര്യത്തിൽ കുറച്ചുകൂടി സെൻസിറ്റീവായിട്ട് നിൽക്കുന്നത് UDF ആണ്. അതുകൊണ്ടായിരിക്കാം ജോസ് കെ മാണിയെ, പഴയ ജോസ് കെ മാണിയുടെ ശക്തിയൊന്നുമില്ല നമുക്കറിയാം. കെ മാണിയുടെ ശക്തി ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ നൈപുണ്യമോ തന്ത്രശക്തിയോ തന്ത്രശാലത്വോ ഒന്നും ജോസ് കെ മാണിക്കില്ല, നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ UDF ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. ശരിയാണ്, അത് തന്നെയാണ് താങ്കൾ പറഞ്ഞ ഈ സഭയുടെ സമ്മർദ്ദം, അത് അതിപ്രധാനമായ ഘടകമാണ്. ശ്രീ പണിക്കർ, അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, സഭ സമ്മർദ്ദ ശക്തിയായി തുടങ്ങി. അങ്ങനെ UDF അധികാരത്തിൽ വരുമ്പോൾ ആ UDF സർക്കാരിന് മേൽ ക്രൈസ്തവ സഭകളുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള ഒരു ചരടുവലി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപത, പാലാ അതിരൂപത, കാഞ്ഞിരപ്പള്ളി രൂപത, കോതമംഗലം രൂപത ഇവരൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ഈ മുന്നണി മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിലാണ് ജോസ് കെ മാണി. LDFിൽ നിന്നാൽ ജയിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാം, റോഷി അഗസ്റ്റിന് സഭകളുടെ സമ്മർദ്ദമില്ലേ എന്ന്. പക്ഷേ അദ്ദേഹം മറ്റൊരു സന്നിഗ്ധ ഘട്ടത്തിലായിപ്പോയി. നേരത്തെ പറഞ്ഞതുപോലെ LDF വിടാനും അദ്ദേഹത്തിന് പറ്റില്ല, അദ്ദേഹം ഈ ധാർമ്മികത പറയുന്നത് കൊണ്ട്. പക്ഷേ അവസാനം അദ്ദേഹം അതിനടിപ്പെട്ട് പോകേണ്ടി വന്നേക്കാം മിക്കവാറും, കാരണം സഭയുടെ സമ്മർദ്ദം അത്രമാത്രമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ UDF സർക്കാർ വന്നാൽ നിയന്ത്രണം ഒരു വശത്ത് ക്രൈസ്തവ സഭകളുടേതായിരിക്കും പഴയതുപോലെ. പക്ഷെ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് അത് ഒരുപക്ഷെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരു സമുദായത്തിൻ്റെ പിന്തുണ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ സമുദായത്തിൻ്റെ സ്വാധീനം കൂടുതലായിട്ട് അവർ ചെലുത്താനായിട്ട് പ്രയോഗിക്കുന്നു എന്നത് തന്നെയാണ് എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് കരുതുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം 10 വർഷം സമയമായിട്ട് ഇപ്പോൾ ഭരണമില്ല. സാധാരണയുള്ള കേരളത്തിലെ പാറ്റേൺ ഭരണം മാറി മാറി വരിക എന്നുള്ളതാണ്. അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ അടക്കം വലിയ ഫ്രസ്ട്രേഷനിലാണ് എന്ന കാര്യത്തിന് ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 10 വർഷം ഇങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ സഭകളുടെ എല്ലാം ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഷർ ഒക്കെ തന്നെ കോൺഗ്രസിന് വരിക എന്ന് പറയുന്നത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റം ഉണ്ടായാൽ അത് മാണി കോൺഗ്രസിനായിക്കോട്ടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിക്കും. സാമുദായികമായിട്ടുള്ള വോട്ട് കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. മാണി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യവും കിട്ടും. അവർക്ക് വേണ്ടി വൗച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഭകൾ ഉണ്ടാവുക എന്നതുപോലെ തന്നെ UDFിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് ഒരുപക്ഷെ LDFിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള പിന്തുണകൾക്കൊക്കെ തന്നെ UDFിൽ ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യം നൽകപ്പെടാറുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാനിവിടെ കരുതുന്നത് ഈ തീരുമാനം എത്ര കണ്ട് കേരള കോൺഗ്രസിന് ഗുണമുണ്ടാക്കും അല്ലെങ്കിൽ കോൺഗ്രസിന് ഗുണമുണ്ടാക്കും എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് CPMനുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഭയാനകമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി അടർന്നുപോയി എന്ന് വെച്ചാൽ അത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്ദേശമാണ് നൽകുക. നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ പണ്ടുണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി അല്ല ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് മാണി. ശ്രീ KM മാണി ഉണ്ടായിരുന്ന സമയത്തുള്ള കേരള കോൺഗ്രസും അല്ല ഈ സമയത്തുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ പ്രാദേശിക പാർട്ടി നിലവാരം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. സാമുദായികമായിട്ടുള്ള സ്വാധീനമാണ് കൂടുതൽ. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും ഇത് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്, വോട്ടർമാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ്. മാണി കോൺഗ്രസിന് നിലവിൽ LDFിൽ വിടാനുള്ള അതിൽ നിന്ന് മാറാനുള്ള പ്രസ്സിംഗ് ആയിട്ടുള്ള ഒരു റീസൺ ഒന്നുമില്ല. എന്നിട്ടും അവരങ്ങനെ മാറുകയാണ് എങ്കിൽ അതിനൊരൊറ്റ റീസൺ മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ. കാരണം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഭരിക്കുന്നവർ തോക്കും.
ആ ഒരു കണക്കുകൂട്ടലിൽ മാത്രമായിരിക്കും ഇവർ മുന്നണി വിടുക എന്ന രീതിയിലേക്ക് അത് പക്ഷെ അവിടെ ഈ വ്യാഖ്യാനിക്കപ്പെടാനുള്ള റോഷി അഗസ്റ്റിനെ സാഹചര്യങ്ങൾ. പിന്നോട്ട് വലിക്കുന്നത് അദ്ദേഹം കൂടി ചേർന്ന് മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളാണല്ലോ ഇതെല്ലാം ഇല്ലേ? അപ്പോൾ അത് വിശദീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. അത് മാത്രമല്ലേ ഉള്ളൂ, ഒരു വ്യക്തിപരമായൊരു പ്രശ്നം മാത്രമാകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം എന്നൊരൊറ്റ കാര്യം മാത്രമേ ഒരുപക്ഷെ റോഷി അഗസ്റ്റിനെ LDF-നൊപ്പം നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുകയുള്ളൂ. അതല്ലാതെ മറ്റ് പ്രസിംഗ് റീസൺസ് ഒന്നുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവരുടെ ആദ്യത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് മന്ത്രി ആയിരുന്നില്ല. ജോസ് കെ മാണി ജയിച്ചില്ല, ജോസ് കെ മാണിക്ക് മന്ത്രിയാകാൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് നറുക്ക് വീണതാണ്. പക്ഷെ അദ്ദേഹം വളരെ ലോയലായിട്ട് തന്നെ LDF-ൽ തന്നെ നിൽക്കുന്നു. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് കൂടുതൽ വലിയ ധാർമ്മിക പ്രശ്നമായി മാറുന്നത്. മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ തന്നെ തുടരും എന്ന രീതിയിലത്തേക്കുള്ള സന്ദേശമൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ പാർട്ടികൾക്കുള്ളിൽ ഈ നിലപാട് സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സമ്മർദ്ദത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ, അതേപോലെ തന്നെ സഭ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സഭകൾ, വിവിധ രൂപതകളൊക്കെ തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഒരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ മുന്നണി മാറൽ എന്നൊരു സംഭവം വരുന്ന സമയത്ത് അത് അകത്തെ ഭിന്നത എത്രത്തോളം ഉണ്ട്, അതിനെ നിയന്ത്രിച്ചിട്ട് ഒരു പുതിയ തുടക്കം നൽകാനായിട്ട് ശ്രമിക്കാം എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ വ്യാഖ്യാനിക്കുക. ഇതൊക്കെ പല ക്യാപ്സൂളുകളാണ്. അതായത് അവിടെ നിന്നാൽ എന്ത് ഗുണം, വിട്ടുപോയാൽ എന്ത് ഗുണം, നിൽക്കുന്ന ആളിൻ്റെ ലോയൽറ്റിയാണോ പ്രധാനം, അതോ വിട്ടുപോകുന്ന ആൾക്കാരുടെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസമാണോ ഗുണം, ഇതൊക്കെ തന്നെ വിവിധ ക്യാപ്സൂളുകൾ ഇനി ഈ ആൾക്കാരൊക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ശക്തി എത്ര കൂടുതലായാലും എത്ര കുറവായാലും ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഘടകകക്ഷി അത് ഒന്നാകെ പോയാലും അത് സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായിട്ട് വലിയ ആഘാതം. അതിനുള്ള മറുപടി ഒരു പൊളിറ്റിക്കൽ ആഘാതമായിരിക്കും ഇക്കാര്യത്തിൽ LDF-ന് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഡാമേജ് കൺട്രോളിന് വേണ്ടി CPM ഇപ്പോൾ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയും ജോസ് കെ മാണിയെ LDF-ൽ ഉറപ്പിച്ച് നിർത്തുവാൻ. കാരണം അത്രമാത്രമായിരിക്കും ആ പ്രഹരം. പക്ഷെ CPM ഒരു ഡാമേജ് കൺട്രോളിന് ഇറങ്ങിയതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് CPM-ആയിട്ട് ഒരു ബന്ധവും അവർക്ക് ആരോപിക്കാനും കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ പറയാനും കഴിയാത്ത ചില കേന്ദ്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം പറയാം മഞ്ജുഷേ, ഈ അത്ര വേഗം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF-ൽ വിട്ടുപോകാൻ സാധ്യതയില്ല. അത്ര വേഗം ഇനി അങ്ങനത്തെ അനിവാര്യമായ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പിളർപ്പിലേക്ക് മാറും. ആ പിളർപ്പിലേക്ക് മാറുമ്പോൾ 5 MLA-മാരിൽ എത്ര പേർ ഏത് പക്ഷത്തെ എന്നുള്ളതാണല്ലോ നിർണായകമായി തീരുക. അതിലാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അങ്ങനെ വന്നാൽ ഭൂരിപക്ഷ MLA-മാരും ജോസ് വിരുദ്ധ പക്ഷത്തിലാവും നിൽക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അറിയുന്നതും. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. വരും ദിവസങ്ങൾ അതിനിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരള കോൺഗ്രസ് എം ഏത് സമയത്തും LDF വിട്ട് UDF-ലേക്ക് വരാം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ജോസ് കെ മാണി LDF വിടുമോ? വിടുമെന്ന് 77% പ്രേക്ഷകർ, LDF വിടില്ല ജോസ് കെ മാണി എന്ന് 19%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.